ഹായ് ഫ്രണ്ട്സ്, ദീപ് സ്റ്റൈൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സമയം ലാഭിക്കുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അത് വീഡിയോ കൂടുതൽ പേർക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് നമ്മൾക്ക് ഓവർലോക്ക് മെഷീനിൽ നൂല് കോർക്കുമ്പോൾ അതായത് ഈ നൂലൊക്കെ നമ്മൾക്ക് മാറ്റി വേറെ നൂല് നമുക്ക് ഇടേണ്ട ആവശ്യം വരുമ്പോൾ ഈ 3 നൂലുണ്ട് കേട്ടോ ഈ ഓവർലോക്ക് മെഷീന്. ഇത് 3 നൂലാണ് ഇതിനകത്ത് കൂടെ വരുന്നത്. ഇതിനകത്ത് സൂചി ഉണ്ടാവും. ഈ നൂല് കോർക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയവും വേണം. ഇതിലെ കൂടെ കോർത്ത് ഇവിടെ കൂടെ കോർത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കോർത്ത് ഇങ്ങനെ വരും. കുറേ അധികം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കാണ്ട് തന്നെ സൂചികളിൽ തന്നെ 2 പ്രാവശ്യമൊക്കെ തന്നെ കോർക്കാനുണ്ട്. പിന്നെ ഈ സൈഡിൽ കൂടെ ഒക്കെ കോർക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നൂലൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വന്ന് ഇതിലെ കൂടെ വന്ന് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റാത്തൊരു സ്ഥലം കൂടി ഉണ്ട്. അതായത് ഇതിനകത്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നൂല് കോർക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതൊന്നും കൃത്യമായിട്ട് കാണാൻ തന്നെ പറ്റില്ല. നമുക്ക് വെളിച്ചടിച്ച് നോക്കിയിട്ടൊക്കെ വേണം കാണണമെങ്കിൽ. എന്നാൽ തന്നെ ഇടാനും പാടാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും നൂല് കോർക്കാം. ഇത് കഴിഞ്ഞിട്ട് ഈ സൂചിയിലേക്ക് അടിയിൽ നിന്ന് കോർത്തിട്ട് മുകളിൽ കൂടെ കോർത്തിട്ട് പിന്നിൽ കൂടെ എടുക്കണം. 2 പ്രാവശ്യം ഒരു സൂചിയിൽ തന്നെ ഈ സൂചിയും തന്നെ കോർക്കണം. ഇപ്പുറത്തെ സൂചിയും 2 പ്രാവശ്യം കോർക്കണം. അങ്ങനെ ഇത് കോർക്കണം. ഈ ഒരു സൂചിയും മാത്രം 1 പ്രാവശ്യം കോർക്കണ്ടോ. അപ്പോൾ ഇതങ്ങനെ എല്ലാത്തിലും ഉള്ളിൽ കൂടെ കോർത്ത് വരുമ്പോൾ തന്നെ ഒരുപാട് സമയം നമുക്ക് വരും. ഏതെങ്കിലും ഒരു ഇത് പൊട്ടി കഴിഞ്ഞാൽ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നേരം ഇരുന്നിട്ട് വേണം ഇതിനകത്ത് നൂല് കോർക്കാനായിട്ട്. അതൊരുപാട് സമയം ചിലവാകുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഒരു പുതിയൊരു ഐഡിയ ആണ് ഇത്. വേഗം പെട്ടെന്ന് നൂല് കോർക്കാൻ പറ്റാവുന്ന ഏതൊരാൾക്കും ഒരുപാട് നേരം എടുക്കാണ്ട് തന്നെ പെട്ടെന്ന് കോർക്കാൻ പറ്റാവുന്ന ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 നൂല് എടുത്തിട്ടുണ്ട്. ഈ 3 നൂല് 3 എണ്ണത്തിന് പകരാട്ടോ. ഈ 3 വലിയ നൂലിന് ഇത് ഇങ്ങനത്തെ നൂലാണ് ശരിക്കും ഈ മെഷീനിലുള്ള കറക്റ്റ് വരുന്ന നൂല്. ഇത് സാധാരണ നൂലിനേക്കാളും കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് സാധാരണ തയ്യൽ മെഷീനിലിടുന്ന നൂല സാധാരണ നൂലാണ് വെച്ചിരിക്കുന്നത്. ഈ നൂല് നമ്മളിതിൽ ഇത് ഇട്ടിട്ട് ഇതിലെ കൂടെ കോർക്കുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റാവുന്ന രീതി സാധാരണ നൂല് കോർത്തിട്ട് ഇടുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനത്തെ നൂല് വേറെ ഇല്ല. അപ്പോൾ ഇതുകൊണ്ട് ഈ സാധാരണ നൂലിട്ട് കാണിച്ചു തരാനാണ് കേട്ടോ ഐഡിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേ ഈ നൂലിൻ്റെ ഏകദേശം കുറച്ച് ദൂരം വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ നൂലിനെ മാറ്റി പകരം നമ്മൾ വേറെ നൂല് ഇതിനകത്തിട്ടു. എന്നിട്ട് നമ്മൾ ഈ നൂലിനെ ഇതിൻ്റെ കൂടെ ഇടയിൽ കൂടെ ഇട്ടു. എന്നിട്ട് ഈ നൂലെടുത്തിട്ടു. അങ്ങനെ കെട്ടി കണ്ട, അങ്ങനെ കെട്ടിയിട്ടു. അപ്പോൾ രണ്ടാമത്തെ നൂലും ഇട്ടു. ഇതേപോലെ കട്ട് ചെയ്തു. ഈ 2 നൂലും ഇതേപോലെ തന്നെ വെച്ചു. ഇങ്ങനെ ഒരു കെട്ട് കിട്ടും. കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്തു. എൻ്റെ ആ നൂല് മാറ്റി. അതുപോലെ തന്നെ കെട്ടു. എന്നിട്ട് നമ്മളിതിൻ്റെ കുറച്ച് ദൂരം കട്ട് ചെയ്ത് കളയും കേട്ടോ. ടൈറ്റായി ഒന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അഴിഞ്ഞു പോവേ. ഇത് നമ്മൾ തിരിച്ച് വരുമ്പോഴേ ഇത്ര ദൂരം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അതെ, ഇത്രത്തോളം ദൂരം നമ്മളൊന്ന് കുറച്ച് ദൂരം ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ദൂരം ഉണ്ടായിക്കോട്ടെ, ലേശം ഉണ്ടായി നിൽക്കണം പുറത്തേക്ക്. അതേപോലെ തന്നെ മറ്റുള്ളതും അതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. നൂല് കറക്റ്റ് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നൂലുമ്മേലെ ബാലൻസ് നിൽക്കണേ ഈ നൂലുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഈ റോളുണ്ടല്ലോ, ഈ റോള് തിരിക്കേണ്ട റോള് നമ്മൾ കാലുകൊണ്ട് ചവിട്ടി തയ്ക്കുക അല്ലെങ്കിൽ മോട്ടർ വെച്ച് തയ്ക്കുകയാണെങ്കിൽ അത് പതുക്കെ ചെയ്യാം. അതിങ്ങനെ നമ്മൾ ഇങ്ങനെ പതുക്കെ തിരിക്കാം. ഇത് നൂലിങ്ങനെ ഇവിടെ എത്തണ വരെ നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കാലുകൊണ്ട് ചവിട്ടി തയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ട ഈ നൂല് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി ഇവിടെ വരെ എത്തി. കണ്ട നൂല് നീങ്ങണണ്ട.
അവിടെ ഇറങ്ങി വരും. അതുപോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ ഓരോന്നും സൂക്ഷിച്ച് പതുക്കെ ചെയ്യാം. അങ്ങനെ നീങ്ങി വരുന്നത് കാണുന്നില്ലേ? പതുക്കേനെ ചെയ്യണം കേട്ടാ, വേഗതയിൽ ചെയ്യണ്ട. ഒരെണ്ണെത്തി. അപ്പോൾ അതേ ഒരെണ്ണം എത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതും രണ്ടും, ഈ രണ്ടെണ്ണം നമുക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഈ ഭാഗത്തു നിന്ന് വരുന്നതും നടുക്കിലത്തെ സൂചി കൂടെ വരുന്നതും നമുക്ക് എത്തിയിട്ടില്ല. ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടം വരെ എത്തിയിട്ടുള്ളൂ ഇത്. പിന്നെ ഇത് ഇവിടം വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇത് മാത്രം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പറഞ്ഞ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കാണണ്ട. അപ്പം നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് 3 നൂലും ഇതിനകത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കളറിൻ്റെ കേട്ടോ. അത് ഈ സൈഡിലത്തെ കളറിൻ്റെയാണ്. വേണ്ട ഈ വെള്ള നൂല് ഞാൻ ആദ്യം വെള്ള കറക്റ്റാന്ന് എത്തിയില്ല എന്ന് വിചാരിച്ച് കുറച്ച് ദൂരം കൂടി കൂടുതൽ വലിച്ചു. വേണ്ട എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്കൊക്കെ ആ നൂല് കഴിഞ്ഞു. കെട്ടുള്ള ഭാഗം കണ്ട അതവിടെ എത്തിയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 പ്രാവശ്യത്തിൽ 3 നൂലും ഫുള്ളായിട്ട് ആയി കഴിഞ്ഞിട്ട് വേണടാ. മുന്നത്തെ നൂലുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളിതിപ്പോൾ ഇവിടം വരെ എത്തിയത്. നമ്മളിപ്പോൾ ഇട്ട നൂല് ഇതിനകത്തേക്ക് ഇങ്ങനെ തിരിച്ച് കൊടുത്തപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഈ ഭാഗം നമ്മൾ ചവിട്ടാണ്ട് പതുക്കെ ഇങ്ങനെ തിരിച്ച് കൊടുത്തപ്പോഴാണ് നമുക്ക് ഇവിടെ വരെ എത്തിയത്. ശേഷം നമ്മൾ ഇനി ഇവിടെ കുറച്ച് ദൂരം വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് മാറ്റുക. അത്ര മതി, നമുക്ക് ഇതിന് ആവശ്യമില്ല. അതിന് ശേഷം നമുക്ക് തയ്ച്ചു നോക്കാം. വെച്ചിട്ടുണ്ട് അതെ. നോക്കിക്കോളൂ കേട്ടോ. ഇത് വേണ്ട ലോക്ക് മെഷീനിൽ നമ്മൾ നൂല് ലോക്ക് പുറത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണ്ട കറക്റ്റായിട്ട് കാണുന്നില്ല. വേണ്ട നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വെള്ള നൂല് മാറ്റി നമ്മൾ റോസ് നൂല് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.